മകൾ വീണ വിജയന് എതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും കുരുക്കുമുറുകുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ROC ബംഗളൂരു ഒരു അന്വേഷണ റിപ്പോർട്ട് മുൻപോട്ട് വെക്കുന്നു. ആ റിപ്പോർട്ട് കൃത്യമായ ക്രമക്കേടുകൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വീണ വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് മുൻപോട്ട് വെക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ വ്യക്തമായ മറുപടികളിൽ കൃത്യതയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല വീണ വിജയന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യമായ രീതിയിൽ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വിഷയത്തിൽ SFIO ഇടപെടുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടാകുന്നു. ആ ഇടപെടൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ വീണ വിജയനെ സംബന്ധിച്ച് വലിയ വഷളാകുന്ന തരത്തിലേക്ക് ഇത് മാറാൻ സാധ്യത ഏറെയാണ്. കാര്യം ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന, ഏതൊരാളെയും ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള അധികാര പരിധിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ BJPയിൽ ചേർന്ന ജനപക്ഷത്ത് നിന്ന് BJPയിലേക്ക് ചേർന്ന PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് ഈ കേസ് ആദ്യമായി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്, ഈ കേസ് ആദ്യമായി ജനസമക്ഷത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഈ കേസിൽ കൃത്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെട്ട ഷോൺ ജോർജ് പിന്നീട് SFIOയെ ഈ കേസുമായി ബന്ധപ്പെടുത്തണം, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തണം. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു തിരിമറിയാണ്, അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്, അത്രമേൽ സീരിയസ് ആണ് ഈ വിഷയം എന്ന ഉറച്ച ബോധ്യത്തിന്റെ പുറത്താണ് ഷോൺ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIOയെ ഇതിൽ ഇടപെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഈ വിഷയം അറിയിക്കുന്നത്. അതേ തുടർന്ന് ഈ വിഷയം കൂടുതലായി പരിശോധിക്കുവാൻ ആരെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന അധികാര പരിധിയോടുകൂടി SFIOയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്നലെ സഭയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുമെന്ന് ജനങ്ങൾ കരുതിയിരുന്ന, അല്ലെങ്കിൽ പാർട്ടി അണികൾ കരുതിയിരുന്ന ഒരു വിഷയമായിരുന്നു വീണ വിജയന്റെ മാസപ്പടി വിവാദം, എക്സാലോജിക്കലുമായുള്ള വിവാദം. പക്ഷേ അത് വേണ്ട രീതിയിൽ സഭയിൽ ചർച്ച ചെയ്തില്ല. പ്രതിപക്ഷ പാർട്ടികൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അതിൽ പ്രതിപക്ഷ നേതാവ് അതിനെപ്പറ്റി പരാമർശിച്ച് പോയതല്ലാതെ വലിയ തോതിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ചോദ്യോത്തര വേളയിൽ അത് വലിയ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതേ തുടർന്ന് പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം സ്ഥിരമായി അദ്ദേഹം പറയാറുള്ള വാക്കുകൾ തന്നെയാണ് എൻ്റെ കരങ്ങൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയമില്ല, സമാധാനത്തോടു കൂടിയാണ് താൻ ഇന്നും ജീവിക്കുന്നത്. ആദ്യം തൻ്റെ ഭാര്യയായിരുന്നു ഇവർ ടാർഗറ്റ് ചെയ്തത്, ഇപ്പോൾ സ്വന്തം മകളെ ടാർഗറ്റ് ചെയ്യുന്നു. ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും തനിക്കില്ല. അതുകൊണ്ട് അചഞ്ചലനായി തന്നെയാണ് ഈ സീറ്റിൽ താൻ ഉറച്ചു നിൽക്കുന്നത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സ്വന്തം ഭാര്യ അവരുടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ലഭിച്ച പണം കൊണ്ടാണ് മകൾ ബാംഗ്ലൂരുവിൽ ഒരു സ്ഥാപനം ആരംഭിച്ചത്. അത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ക്രമക്കേടുകളോടുകൂടി ഒന്നുമല്ല, പക്ഷേ ഭാര്യയുടെ പണം ഉപയോഗിച്ചാണ് അത്തരത്തിലൊരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കണമെന്ന തൻ്റെ ഉപദേശത്തിൻ്റെ പുറത്തായിരുന്നു മകൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിലുള്ള ഒരു മറുപടി പ്രസംഗത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം അതൊന്നുമല്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്ഥാപനം തുടങ്ങിയത് ഭാര്യയുടെ ചെലവിൽ നിന്നാണോ എന്നുള്ളതൊന്നുമല്ല. നിലവിൽ എക്സാലോജിക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആരോപണങ്ങൾ, സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം അനധികൃതമായി കൈപ്പറ്റിക്കൊണ്ട് വലിയ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടുള്ള ഈ തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ. അവിടെ ഭാര്യ പിരിഞ്ഞു പോന്നപ്പോൾ കിട്ടിയ തുക കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ആരംഭിച്ചത് എന്ന് പറയുന്നതൊക്കെ കൃത്യമായ ഒരു മറുപടി അല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണവും. ഈ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ കേന്ദ്രം SFIOയെ ഈ കാര്യം കുറച്ചുകൂടെ ഗൗരവമായി, ഇതൊരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കാര്യമാണ്, അതുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFIOയെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. SFIO ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ CRMLും KSIDCയും ഒക്കെ ഇതിൽ കുറച്ചുകൂടി കുരുക്കിലാകും. അങ്ങനെ ഇവ രണ്ടും കുരുക്കിലായാൽ സ്വാഭാവികമായി ഇത് രണ്ടും മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ നേരെ വലിയ ചോദ്യചിഹ്നങ്ങളായി ഉയരും. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുണ്ടോ ഇല്ലയോ എന്ന തരത്തിലേക്കൊക്കെ അന്വേഷണം പോകുവാൻ, അല്ലെങ്കിൽ SFIO ഈ വിഷയത്തെ അത്തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക്
വഴിതിരിച്ചു വിടുവാനുള്ള സാധ്യതകളൊക്കെ ഏറെയാണ്. അങ്ങനെ ഉണ്ടായാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവ വികാസങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ സാക്ഷ്യമാകും. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി വിവാദത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയരും. ആ ചർച്ചയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് വന്നാൽ, അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ ഉയർന്നാൽ അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ വരെ ബാധിക്കും. അത് മന്ത്രിസഭയെ താഴെ ഇറക്കുന്ന തരത്തിലേക്കുള്ള നടത്തിപ്പിലേക്കൊക്കെ പോകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിലവിൽ BJPയിലേക്ക് അംഗമായി ചേർന്ന ഷോൺ ജോർജ് വീണ്ടും ഈ വിഷയത്തെ കുറച്ചുകൂടെ കാര്യമായി ഏറ്റെടുക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. കേരളത്തിൽ BJPക്ക് അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് വിധേനയും ഇവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്ന കേന്ദ്രം ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ SFIO ഈ വിഷയം കുറച്ചുകൂടി കടുപ്പിക്കും. കൃത്യമായ അന്വേഷണം ഇതിലുണ്ടാകും. ഈ അന്വേഷണം ഉണ്ടായി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ കൈയുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ തോതിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കും. 20 സീറ്റുകളും CPIMന് നഷ്ടമാകും. അത്തരത്തിൽ നഷ്ടമാകുക മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ വിഷയം വലിയ കാര്യമായി തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരും. അങ്ങനെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ ശക്തമായി നിൽക്കുന്ന കേരളത്തിൽ കൂടി നിഷ്പ്രഭമായി പോകുവാനുള്ള സാധ്യതയുണ്ട്. ആ ഭയം നിലനിൽക്കേണ്ട ആവശ്യകതയുമുണ്ട്. കാര്യം അത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു തിരിമറി, ഒരു വലിയ പ്രശ്നം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ധാരണ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ SFIOയെ ഈ വിഷയത്തിൽ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അത്തരത്തിൽ SFIO ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അതുപോലെ തന്നെ CMRലും KSIDCയും ഒക്കെ വലിയ കുരുക്കിലാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. നിയമസഭയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ വിഷയം വലിയ കാര്യമായി ചർച്ച ചെയ്തില്ല എന്നുള്ളതിന് മറ്റൊരു മറുപടി കൂടെയാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. അതായത് പ്രതിപക്ഷ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടി നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, നിയമസഭാ റെക്കോർഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടി ജനസമക്ഷം എത്തിക്കഴിഞ്ഞാൽ, ഇതിൽ അന്വേഷണം കടുപ്പിച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് SFIOയുടെ അന്വേഷണം കടുപ്പിച്ചാൽ പ്രതിപക്ഷ പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ കുടുങ്ങുമോ എന്ന ഭയം കൂടി ഇതിലുണ്ട് എന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളും ഈ വിഷയത്തിൽ നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും SFIOയുടെ ഇടപെടൽ, ഷോൺ ജോർജിന്റെ ഇടപെടൽ, SFIOയുടെ ഇടപെടൽ, കേന്ദ്രത്തിന്റെ ഇടപെടൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വലിയ കുരുക്കിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുന്നത് എന്ന തരത്തിലേക്കാണ് നിലവിലത്തെ അവസ്ഥ പോകുന്നത്. വീണ ജോർജിന് മാത്രമല്ല, ഈ കേരള സർക്കാരിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടോ എന്ന തരത്തിലേക്കുള്ള അന്വേഷണങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്.